ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങൾ നടത്തി ആളാകാൻ ശ്രമിക്കുന്ന മാലദ്വീപിനെ ഒടുവിൽ നിരന്തരം ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ച് കൈകൂപ്പി നിൽക്കേണ്ട ഗതികേടാണിപ്പോൾ. പ്രതിരോധ രംഗത്ത് മാലദ്വീപിനെ സഹായിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. മാലദ്വീപിന്റെ അഭ്യർത്ഥന പ്രകാരം പ്രതിരോധ സാമഗ്രികൾ കൈമാറിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 35 കോടി രൂപ വില വരുന്ന യൂട്ടിലിറ്റി വാഹനങ്ങളും ബെർത്തിൻ ഉപകരണങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മാലദ്വീപ് പ്രതിരോധ മന്ത്രി മുഹമ്മദ് ഖാസാൻ മൈമൂദും അതുപോലെ രാജ്നാഥ് സിംഗുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സഹകരണം ശക്തിപ്പെടുത്താൻ ധാരണയായത്. ഈ വർഷം അവസാനിക്കുന്ന വ്യോമയാന സംവിധാനങ്ങളുടെ വാടക കാലാവധി നീട്ടുന്നതിനെ കുറിച്ച് ഇരു കക്ഷികളും ചർച്ച നടത്തിയതായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. സമുദ്ര സുരക്ഷയും ചർച്ചാ വിഷയമായിരുന്നു. സാമ്പത്തിക രംഗത്തും സമുദ്ര സുരക്ഷയിലും സമഗ്രമായ പങ്കാളിത്തത്തിൽ ഏർപ്പെടാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ചൈനീസ് അനുകൂലമായ മാലദ്വീപ്സ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് പ്രതിരോധ മന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്നത്. ഇന്ത്യൻ സൈനികരെ പിൻവലിച്ച ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ് നടന്നതും. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി അധിക്ഷേപിച്ച് നടത്തിയ പരാമർശങ്ങൾ ഉഭയകക്ഷി ബന്ധം ഉലയാൻ കാരണമായിരുന്നു. ചൈനീസ് അനുകൂല നിലപാടുകൾ സ്വീകരിച്ച മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ചുമതലയേറ്റ ശേഷം ആദ്യമായാണ് പ്രതിരോധ മന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. അതേസമയം നിരന്തരം മോദിയെ അവഹേളിക്കാൻ ശ്രമിക്കുന്ന മാലദ്വീപിന് കൈത്താങ്ങായി ഭാരതമെന്നും നിലകൊള്ളുകയാണ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. കഴിഞ്ഞ വർഷം നിത്യോപയോഗ സാധനങ്ങളുടെ ക്ഷാമം മാലദ്വീപിൽ അനുഭവപ്പെടുമ്പോഴും അവർ ഇന്ത്യയുടെ സഹായം തന്നെ അഭ്യർത്ഥിച്ച് രംഗത്തു വരുന്നുണ്ട്. നിത്യോപയോഗ സാധനങ്ങൾ മാലദ്വീപിലേക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അനുമതിയും നൽകിയിരുന്നു. അരി, ഗോതമ്പ്, പഞ്ചസാര, പരിപ്പ്, മുട്ട, ഉരുളക്കിഴങ്ങ്, ഉള്ളി എന്നിവ മാലദ്വീപിന് അവർ നൽകിയിരുന്നു. രാജ്യത്ത് വില നിയന്ത്രിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഭക്ഷ്യവസ്തുക്കളുടെ കയറ്റുമതി നിരോധിക്കുകയോ നിജപ്പെടുത്തുകയോ ചെയ്തിരുന്നു. എങ്കിലും മാലദ്വീപിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നയതന്ത്രങ്ങളിൽ ഇളവ് വരുത്തുകയും ചെയ്തിരുന്നു. ചൈന വിധേയത്വമുള്ള മുഹമ്മദ് മുയിസു പ്രസിഡന്റായി സ്ഥാനമേറ്റ ശേഷം മാലദ്വീപ് ഇന്ത്യയുമായി അത്ര രസത്തിലല്ലായിരുന്നു. ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിനുമായാണ് മുയിസു അധികാരത്തിലേറിയതും. എന്നാൽ ഇപ്പോൾ മുയിസുവിന് പഴയ ആ ഒരു ജനപ്രീതി ഇല്ല എന്നതും കണക്കാക്കപ്പെടേണ്ടതാണ്. ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ തിരിച്ചടിയാവുകയും ചെയ്തു. ഇന്ത്യൻ വിനോദസഞ്ചാരികൾ പൂർണ്ണമായും തഴഞ്ഞതിനെ തുടർന്ന് തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് കൂപ്പുകൊത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മാലദ്വീപിന്റെ ടൂറിസം മേഖലയും. വിനോദസഞ്ചാരം പ്രധാന വരുമാന മാർഗമായിട്ടുള്ള മാലദ്വീപിൽ ഇതോടുകൂടി മുറവിളികൾ ശക്തമായിരിക്കുകയാണ്. ഇതിനെ തുടർന്നാണ് ഞങ്ങളെ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സന്ദർശിക്കാൻ മാലദ്വീപ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക് വന്നതും. മുയിസുവിന്റെ ഇന്ത്യ വിരുദ്ധ നിലപാടുകളും ആരോഗ്യ സംരക്ഷണം മുതൽ പ്രതിരോധ സഹകരണം വരെയുള്ള മേഖലകളിൽ ഇന്ത്യയെ ആശ്രയിക്കുന്നത് കുറച്ചതും മാലദ്വീപിന് വളരെ വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ഇതിനെ തുടർന്ന് മാലദ്വീപിനെ ആശ്രയിച്ചിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.